42 വളവാണ് അവിടെ. ഈ 42 വളവില് ഈ 23 കഴിഞ്ഞാല് പിന്നെയുള്ള 7 വളവ് ഭയങ്കര ഹൈ ഡേഞ്ചർ വളവാ. പക്ഷെ അതുപോലെ സംഭവിച്ച സമയത്ത് ഭയങ്കര ദയനീയാണ്. ശബ്ദം ഒരു കരച്ചിലെ ശബ്ദം കേട്ടെ, പിന്നെ ഒരു വീണ ശബ്ദം. ഓരോ കയ്യില് ചെമ്പും പാത്രമൊക്കെ ഉണ്ട്. നമ്മളത് കാണുന്നത് ഇവരെ 16-ാം വളവെന്ന് നമ്മളിവരെ കണ്ടിട്ടുണ്ട്. 16-ാം വളവെന്ന്. അപ്പോൾ അന്നേരം ഇവര് നമ്മളെ മുമ്പിലൂടെ കവർ ചെയ്ത് പോയി. അപ്പൊ നമ്മളവിടെ സെൽഫി എടുക്കുന്നു, ഓലവിടെ അന്നേരം സെൽഫി എടുക്കണ്ടേ. നമ്മള് 14 എത്തിന് ഓല് 13 ഉണ്ട്. 13 എന്നാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കണേ. 13 എന്നാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കണേ. അപ്പോ ശബ്ദം ഒരു കരച്ചിലെ ശബ്ദം കേട്ടെ, പിന്നെ ഒരു വീണ ശബ്ദം. പോയി നോക്കുമ്പത്തിന് വണ്ടി താഴെ കൊക്കയിൽ കിടക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് നോക്കാം. അപ്പത്തിന് പിന്നെ നമുക്ക് നടക്കാനും കഴിയണില്ല, ഈ കണ്ണും കാണുന്നില്ല. അങ്ങനെ നമ്മളെ ഫോണൊന്നും റേഞ്ചില്ല. ഫസ്റ്റ് അവിടെ എത്തേണ്ടത് ഫോറസ്റ്ററാണ്. അങ്ങനെ അവിടുന്ന് ഒരാളെ ഫോൺ വാങ്ങിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഈ മീഡിയാസിനെ റിപ്പോർട്ടറെ വിളിക്കണേ. അങ്ങനെ പിന്നെ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് അവിടെ എത്തി. അത് ശരിക്ക് തമിഴ്നാടിനെ അതിൽ എടുത്തു പറയണം. കാരണം പോലെ എല്ലാവരും ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് തന്നെ എത്തി. താഴത്തൊരു KSRTC ഉണ്ടായിന്, ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിൻപുറത്തെ കണ്ണൂരുള്ള വണ്ടിയുണ്ട്, പിന്നെ പാലക്കാട്ടുകാരുണ്ട്, പിന്നെ എനിക്കറിയാത്ത മലയാളികൾ കുറെ ഉണ്ട്. അവരൊക്കെ അവിടെ ഉണ്ടായി. ശരിക്കും സർക്കാർ ചെയ്യേണ്ടത് വലിയ വണ്ടിനൊന്നും എന്ത് ചെയ്യരുത്, ആ റൂട്ടിലൂടെ കടത്തിവിടരുത്. എത്തിക്കാൻ അവിടെ ശരിക്കും നന്നാക്കി അവിടെ ബസ്സിലുണ്ടായിരുന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്ന ആളുകളും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഫയർഫോഴ്സ് ഒക്കെ വേണ്ട രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട്. എന്റെ വണ്ടി 14-ന് പിറകെ SI ആണ് എന്റെ പറഞ്ഞത് വണ്ടി എടുത്തിങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് SIനെ ഞാൻ മോളിന്ന് താഴേക്ക് കൊണ്ടുവരികയാണ്. താഴേക്ക് കൊണ്ടുവന്നിട്ട് അല്ല താഴെന്ന് മോളിൽ കൊണ്ടുപോകാൻ. ഏതിന്? ഫയർഫോഴ്സിന്റെ വണ്ടി അവിടെ ഉണ്ട്. കാരണം ഈ ഫയർഫോഴ്സ് ഇറങ്ങിയതൊക്കെ ഈ കയറ് കെട്ടിയിട്ട് ഫയർഫോഴ്സിന്റെ ഇതിന്മേൽ കയറ് കെട്ടും. കയറ് കെട്ടിയിട്ട് ആ കയറുമ്മ കൂടെയാണ് 5-8 ആളുകൾ ഒന്നായിട്ട് ഈ കൊക്കയിൽ വീണ വണ്ടിനെ കൊള്ള അപ്പുറം ഇപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കാനും വേണ്ടി. പക്ഷെ അതുപോലെ സംഭവിച്ച സമയത്ത് ഭയങ്കര ദയനീയാണ്. അപ്പുറം ഇപ്പുറമൊക്കെ പലവരടുത്ത് ആ വീഡിയോ ഉണ്ടാവും. പക്ഷെ അവിടെ ഒരു സംഗതി അവിടെ ഉണ്ട്. കാരണം ഇതൊരു സംഭവിക്കുമ്പോ ഉണ്ട് ചില ആള് വീഡിയോ എടുക്കല്. അതിലൊരു ഭയങ്കര